ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു യൂസേജ് പഠിക്കാം. നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഐ എം ഗോയിങ് ടു വെച്ചിട്ട് പറയാം. എങ്ങനെയാണ്? ഐ എം ഗോയിങ് ടു. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് എങ്ങനെ പറയും? ഐ എം ഗോയിങ് ടു വിസിറ്റ് മൈ ഫ്രണ്ട്. ഐ എം ഗോയിങ് ടു വിസിറ്റ് മൈ ഫ്രണ്ട്. ഇനി നമുക്ക് വിൽ ബി പ്ലസ് വേർബിന്റെ ing ചെറുതായിട്ടും പറയാട്ടോ. ഞാൻ അടുത്ത ആഴ്ച യാത്ര ചെയ്യുന്നതായിരിക്കും. ഐ വിൽ ബി ട്രാവലിംഗ് നെക്സ്റ്റ് വീക്ക്. ഐ വിൽ ബി ട്രാവലിംഗ് നെക്സ്റ്റ് വീക്ക്. ഞാൻ അടുത്ത ആഴ്ച യാത്ര ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് യൂസേജ് ആണ് ഐ എം പ്ലാനിങ് ടു. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു കാര്യം പറയണമെങ്കിൽ യൂസ് ചെയ്യാം. ഐ എം പ്ലാനിങ് ടു. ഞാനൊരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. I am planning to start a new project. I am planning to start a new project. ഇനി വേറൊരു യൂസേജ് ആണ് I will let you know. I will let you know എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അറിയിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് നമ്മൾ വല്ലൊരു പ്രോമിസ് ഒക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് I will let you know. ഞാൻ ആ റിസൾട്ട് നിന്നെ ഉടനെ അറിയിക്കും. I will let you know the result soon. I will let you know the result soon. ഞാൻ ആ റിസൾട്ട് നിന്നെ ഉടനെ അറിയിക്കും. ഞാൻ അവിടെ എത്തുമ്പോൾ നിന്നെ ഉടനെ അറിയിക്കും. I will let you know when I reach there. I will let you know when I reach there. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഉറപ്പുണ്ട്, അതിൽ ഉറപ്പുള്ള കാര്യമാണെങ്കിൽ അതെങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാമെന്നാണ്. എനിക്കതിനെക്കുറിച്ചൊരു ഉറപ്പില്ല, അതിങ്ങനെ പറയും ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പം നമുക്കൊരു ഡൗട്ടാണ് അല്ലേ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. എനിക്കതിനെക്കുറിച്ചൊരു ഉറപ്പൊന്നുമില്ല, ഞാൻ വളരെ ആശയക്കുഴപ്പത്തിലാണ്. ഐ എം കൺഫ്യൂസ്ഡ് എന്ന് പറയാം. ഐ എം കൺഫ്യൂസ്ഡ്. ഇനി നമുക്കൊരു കാര്യം ഉറപ്പുള്ളതാണെങ്കിലോ, ഇത് വർക്ക് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെങ്ങനെ പറയും? ഐ എം സർട്ടൻ ദിസ് വിൽ വർക്ക്. ഐ എം സർട്ടൻ ദിസ് വിൽ വർക്ക്. ഇത് വർക്ക് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഇത് നല്ല ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ടു ബി ഡിഫിക്കൽട്ട്. ഇറ്റ് സീംസ് ടു ബി ഡിഫിക്കൽട്ട് എന്ന് പറയും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു ഡൗട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ. നെക്സ്റ്റ് ഒരു യൂസേജ് ആണ്, നമ്മൾ പറയാറില്ലേ ഞാനത് മറന്നുപോയി, ഐ ഫൊഗോട്ട് ഇറ്റ് എന്നൊക്കെ. അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വേർഡാണ് ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഞാനത് മറന്നുപോയി, അതെന്റെ മനസ്സിൽ നിന്ന് വഴുതിപ്പോയി എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ ഞാൻ നിന്നെ വിളിക്കാൻ മറന്നുപോയി, എങ്ങനെ പറയും? സോറി, ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ് ടു കോൾ യു. അത് എന്റെ മനസ്സിൽ നിന്നും വഴുതിപ്പോയി നിന്നെ വിളിക്കാൻ, ഞാൻ മറന്നുപോയി എന്നുള്ളൊരു അർത്ഥമാണ്. സോറി, ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ് ടു കോൾ യു. ഞാൻ ഡോർ ലോക്ക് ചെയ്യാൻ മറന്നുപോയി, അതെന്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്നുകൊണ്ട് പോയി എന്നൊക്കെ പറയില്ലേ. ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ് ടു ലോക്ക് ദ ഡോർ. ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ് ടു ലോക്ക് ദ ഡോർ. I hope you practice well. If it's the first time you watch my channel, please like, share and subscribe. Thanks for watching.